കൊടുത്ത മറുപടി ലബ്ബ. അത് ഹസനിയുടെ കള്ളറങ്ങുന്ന കോലത്തിൽ ഉഗ്രൻ മറുപടി കേട്ടോളൂ. അതെന്താന്ന് ചോദിച്ചാല് അവസാനം ഒരു ജിന്നിനെ പിടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മടവൂരികളുമായി ബന്ധപ്പെടുന്ന ഒന്ന് പിടിക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ വാദപ്രതിവാദം കഴിഞ്ഞാൽ മുജാഹിദികൾ തോറ്റു എന്ന് മറ്റവര് പറഞ്ഞു നടക്കണം. ആര്? മടവൂരികൾ കൂടി പറഞ്ഞു നടക്കണം. അതിനു വേണ്ടിയിട്ട് ഇവർ ചില നമ്പറുകൾ പുറത്തിറക്കാറുണ്ട്. ഇതുപോലെ ലബ്ബാധാരിയുമായി കോർത്തിട്ട് പിടി കിട്ടണില്ല, ഇതിങ്ങനെ വഴുതിപ്പോവുകയാണെന്ന് കണ്ടപ്പോ അവസാനം ജിന്നുമേ കയറി ജിന്നിന്റെ സഹായം, ജിന്നിന്റെ അഭയം പ്രാപിക്കുന്നു. അവസാനം അവിടെയും മുസ്ലിയാക്കന്മാർ അനുഭവിക്കേണ്ടി വരികയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. കേട്ടോളൂ. നിങ്ങൾ ജിന്നിലേക്ക് വിളിക്കുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് വിളിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നു. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. ഇത് ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട റജുലുൻ മുഅ്മിനുൻ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ വാക്ക് അല്ലാഹു ഖുർആനിൽ ഉദ്ധരിച്ചതാണ്. അതാണ് ഇവിടെ നോക്കേണ്ടത്. ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പറഞ്ഞു നടക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്. അതാണ് രക്ഷാമാർഗം. നേരെ മറിച്ച് ശിർക്കിലേക്കാണ്, ജിന്നിനോട് സഹായം ചോദിക്കുന്നതിലേക്ക്, ജിന്നിന്റെ അടുക്കലേക്കാണ് വിളിക്കുന്നത്, ശിർക്കിലേക്കാണ് വിളിക്കുന്നത്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതാണ് ഞങ്ങളുടെ ആദർശം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ഒരു സലഫിസത്തിന്റെ ആളുകളായി രംഗത്തിറങ്ങിയിട്ടുള്ള ഇവരോട് പറയാനുള്ളത് എന്താണ് ആരോപണം? എന്താണ് ആരോപണം? മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദികള്. ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദികള്. ആരാ പറഞ്ഞത്? കുറച്ച് ജിന്നുകള്, ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുറച്ച് സാധുക്കള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പല ജാതി മനുഷ്യന്മാരുണ്ട്, എന്തൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജിന്നില്ലാതെ ജീവനില്ലാത്തൊരു കൗമ്, അങ്ങനെ ഒരു കൗമ് കേരളത്തിലുണ്ട്. അതാരാ? നമുക്കറിയാം. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദികള്, ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദികള്. ഏത് മുജാഹിദ ജിന്നോട് സഹായം തേടുക? ഏത് മുജാഹിദ ജിന്നോട് പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടാനുള്ള സമയം തന്നെ തികയുന്നില്ല, പിന്നല്ലേ ജിന്നോട് പ്രാർത്ഥിക്കല്. ഇനി സമയം കിട്ടിയ മുജാഹിദിൽ പ്രാർത്ഥിക്കില്ല. ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഇപ്പൊ ആകെ കുടുങ്ങി. കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട. രണ്ടാരൊന്ന് പറയണം. നൗഷാദ് ഹസനി മുശ്രിക്കാണോ എന്ന് ചോദിച്ചാലും ഞാൻ പറയും അല്ല എന്ന് പറയും. എന്താ കാരണം? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നവരാണ്, പ്രഖ്യാപിക്കുന്നവരാണ്. അതെ, പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? അദ്ദേഹവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചവരാണ്. തക്ബീറിയല്ലേ? അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചയാളാണ്. തക്ബീറിയല്ലേ? എന്താ തക്ബീറിയല്ലാത്തത് നിങ്ങള്? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവോ? നിങ്ങൾ ചോദിക്കാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മുശ്രിക്ക് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച് പ്രഖ്യാപിച്ച മുശ്രിക്കായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ. നിങ്ങൾ മറുപടി എവിടെ നിങ്ങൾ കിട്ടിയെങ്കിൽ നിങ്ങൾ എടുത്തോളൂ മറുപടി. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ മുനാഫിഖാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയല്ലേ ജീവിച്ചത്? സ്വഹാബത്തിന്റെ കൂടെയല്ലേ ജീവിച്ചത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരാണ് അവര്. പക്ഷേ അവരുടെ ഹൃദയത്തില് ശിർക്കും കുഫറും നിറച്ചു വെച്ച മുനാഫിക്കുകളാണ്. റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്നു, സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്നു,
ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന കാലത്തോളം നിങ്ങളെക്കുറിച്ച് മുശ്രിക്ക് എന്ന് നിങ്ങൾ പറയൂല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശിർക്കിലേക്ക് എത്തിച്ചേരുന്നതും ശിർക്കിന്റേതുമായ ചില കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുന്നു എന്നതാണ് ഞങ്ങളുടെ ബാധ്യത. അതാണ് ലോകത്താരെയും മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ ജോലി. കണ്ടോ, അങ്ങനെ എരന്ന് മേടിക്കാന്ന് പറയും. അല്ല പൊയ്ക്കോ, പറ്റൂല, തന്നിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെ എരന്ന് വാങ്ങിച്ചു അച്ഛന്മാര് ഇല്ലേ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാല് ഞങ്ങള് ജയിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോ, പക്ഷെ ഇതാണ് അവസ്ഥ, നിങ്ങളുടെ വിജയത്തിന്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഇത് എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാ ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. അപ്പോ അടി ഒരു ഗ്ലാസ് കട്ടൻ വേണം, ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടാ? അല്ലല്ലോ, കണ്ടിട്ടല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്. കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്. തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നുപോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്നറിഞ്ഞു. ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാ ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ അടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടാ? അല്ലല്ലോ, കണ്ടിട്ടല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്.